ഹരേ കൃഷ്ണ. ലോകം മുഴുവൻ ആദരിക്കുന്ന സനാതന വൈദിക സംസ്കൃതിയെ സംരക്ഷിക്കുന്നതിനായി സമഗ്രവും സുസ്ഥിരവുമായ പദ്ധതികളോടെ പ്രവർത്തിക്കുന്ന ധർമ്മപ്രസ്ഥാനമാണ് ശ്രീ രാഘവപുരം സഭായോഗം. ഇന്ത്യയിൽ ഇന്നുള്ള ഏറ്റവും പൗരാണികമായ സംഘടനകളിൽ ഒന്നാണ് ശ്രീ രാഘവപുരം സഭായോഗം. 1200 വർഷമായി കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സഭായോഗത്തിൻ്റെ ഗോപരിപാലന വിഭാഗമാണ് ഗോമിത്ര. കേരളത്തിൽ ധർമ്മചിന്ത കുറഞ്ഞ് 99% പശുക്കളും ഇറച്ചിവെട്ടിന് ഇരയാവുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 60 വർഷത്തിൽ നാടൻ പശുക്കളുടെ എണ്ണം 25 ലക്ഷത്തിൽ നിന്ന് കേവലം 50,000 ആയി കുറയുകയും ചെയ്തിരിക്കുന്നു. ദൂരവ്യാപകമായ പാരിസ്ഥിതിക, സാമൂഹിക, സാംസ്കാരിക പ്രത്യാഘാതമാണ് ഇതെല്ലാം കൊണ്ടുണ്ടാക്കുന്നത്. ഇതിനൊരു പരിഹാരമാണ് ഗോമിത്രയുടെ പ്രധാന ലക്ഷ്യം. നിലവിൽ 25 നാടൻ പശുക്കളെ ഗോമിത്ര മുഖേന വിവിധ ജില്ലകളിൽ ക്ഷീരകർഷകർക്ക് നൽകി പരിപാലിച്ചു വരുന്നു. 10 വർഷം കൊണ്ട് 10,000 പശുക്കളെ ഈ പദ്ധതിയുടെ കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ജില്ലതോറും സ്ഥാപിക്കുന്ന ധർമ്മഗോശാലകളിൽ നാടൻ പശുക്കളെ അറവിന് നൽകാതെ സ്വാഭാവിക മരണം വരെ സംരക്ഷിക്കുവാനും ലക്ഷ്യമിടുന്നു. കണ്ണൂർ ജില്ലയിലെ മാതമംഗലത്തിനടുത്ത് കളകളാരവം പൊഴിച്ചൊഴുകുന്ന വണ്ണാത്തിപ്പുഴയുടെ തീരത്തുള്ള പെരുവാമ്പ ധർമ്മഗോശാലയിൽ നിലവിൽ 11 പശുക്കളാണുള്ളത്. 1200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ധാർമ്മിക പ്രസ്ഥാനമായ ശ്രീ രാഘവപുരം സഭായോഗത്തിൻ്റെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഗോമിത്ര ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ അനധികൃത നാടൻ്റെ പശുക്കളെ, ഇന്ത്യയിലുള്ള എല്ലാ ബ്രീഡ് പശുക്കളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ലക്ഷ്യത്തോടുകൂടെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഗോമിത്ര സൊസൈറ്റി. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ നമ്മൾ മാതമംഗലത്തിനടുത്ത് പെരുവാമ്പ എന്ന സ്ഥലത്ത് ഗോമിത്ര സൊസൈറ്റി സ്വന്തമായി വിലക്കെടുത്ത ഒരു 2.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗോശാല നിർമ്മിച്ചു. അതിലിപ്പോൾ 11 പശുക്കളാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഔദ്യോഗികമായ ഉദ്ഘാടനത്തോടുകൂടെ വീണ്ടും ഒരു ഓണത്തിനോടടുത്തോടുകൂടെ നമ്മൾ ഇവിടെ 5 ഇതുപോലുള്ള 5 ഗോശാലകളാണ് ഈ പ്രദേശത്ത് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ 100 പശുക്കളെ ഇപ്പം താൽക്കാലികമായിട്ട്, അതായത് നമ്മുടെ ഉദ്ദേശം അറവിന് പോകുന്ന പശുക്കളെ സംരക്ഷിക്കാൻ, പ്രായമായിട്ടുള്ളത്, അസുഖമുള്ളത് ആയിട്ടുള്ള പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിക്കാണ് നമ്മളിവിടെ രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്കിവിടെ സാധാരണ ഗോമാതാക്കളെ ധാരാളമായിട്ട് നമുക്ക് സംരക്ഷിക്കാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ആളുകളും ഇവിടെ സന്ദർശിച്ച് ഈ ഗോമാതാക്കൾക്ക് വേണ്ട ഭക്ഷണത്തിനായാലും അവരുടെ മറ്റ് സൗകര്യങ്ങൾക്കായുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഗോദാനം, അല്ലെങ്കിൽ ഗോപൂജ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ആളുകളെയും നമ്മൾ പെരുവാമ്പ ആയി ധർമ്മഗോശാലയിലേക്ക് ക്ഷണിക്കുകയാണ്. പല സംഘടനകളും പ്രകൃതി മനോഹരമായ ഈ ആശ്രമ പരിസരത്ത് ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നു. സന്ദർശകരുടെയും പശുക്കളെ സ്നേഹിക്കുന്നവരുടെയും സ്നേഹസംഭാവനകളാണ് പ്രധാന വരുമാനമാർഗം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സ്വയം തൊഴിൽ പരിശീലനം, സാംസ്കാരിക ടൂറിസത്തിലൂടെ ഗ്രാമവികസനം, ഇവക്കെല്ലാം വലിയ സാധ്യതകളാണ് പെരുവാമ്പ ധർമ്മഗോശാല തുറന്നിടുന്നത്.